വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹെയർ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ പലതരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ. നേരത്തെ നോക്കുകയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യാം. ഇതൊക്കെയായിരുന്നു ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് മാറി നമുക്ക് വേറെ കുറച്ചധികം പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ പോപ്പുലർ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ആണല്ലോ. പൊതുവെ എല്ലാവർക്കും ഒരു നാച്ചുറൽ ഫിനിഷ് ഹെയറിൽ കിട്ടുന്നതാണല്ലോ കുറച്ചുകൂടി താല്പര്യം. അങ്ങനെ ഞാൻ ഒരു 1 ഇയർ എഗോ ഒരു നാനോപ്ലാസ്റ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി ഞാൻ ബോട്ടോക്സും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രിസി ആൻഡ് ഡ്രൈ ഹെയർ ആയിരുന്നു. അതായത് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതായത് നമ്മൾ ചീപ്പൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് കെട്ടൊക്കെ മാറി നല്ലതായിട്ട് കിടക്കും. ചീപ്പ് തലേന്ന് എടുക്കുന്ന പാടെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ മാറും. അതായത് കുറച്ച് കേളി ഹെയറും കൂടിയാണ് എൻ്റെത്. അപ്പോൾ അത് നന്നായിട്ട് ചുരുണ്ടിട്ട് വരുമായിരുന്നേ. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ബേബി ഹെയർസൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് അതൊന്നും നമ്മൾ ഏതെങ്കിലും രീതിയിൽ തലമുടി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കറക്റ്റായിട്ട് കിടക്കത്തില്ല. കാര്യം ഇങ്ങനെ ചുരുണ്ടിരിക്കും. ചുരുണ്ട് മുടിയുള്ളവർക്ക് അറിയാൻ പറ്റും അങ്ങനത്തെ ചെറിയ ചെറിയ ഡിഫിക്കൽട്ടീസ്. നമ്മൾ ഏതെങ്കിലും ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിക്കുന്ന സമയത്ത് നമുക്കൊട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അല്ലേ. എനിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാലം ഇങ്ങനെ നോക്കി എൻ്റെ മനസ്സിൽ എനിക്കറിയാവുന്ന ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് മാത്രമായിരുന്നേ. അപ്പോൾ അങ്ങനെ കെരാറ്റിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളിങ്ങനെ പ്ലാൻ ചെയ്ത്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആകുന്ന കാര്യം കൂടിയാണല്ലോ. അങ്ങനെ കുറേ നാൾ പ്ലാൻ ചെയ്ത് കെരാറ്റിൻ ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞാൻ ഇടുക്കിയിലായിരുന്നു ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പാർലറിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തു. നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നേ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലൊരു സീനിയർ ആളെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കിനും ആൾ പറഞ്ഞു ഈ ഹെയറിന് ബെറ്റർ കെരാറ്റിനെ കഴിഞ്ഞും നാനോപ്ലാസ്റ്റി എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതാണെങ്കിൽ ഒരു 70 to 80% നമ്മുടെ ഹെയർ ഒരു സ്ട്രെയിറ്റൻ ആയി വരും. ഒരു റിമൈനിങ് 20% നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇങ്ങനെയായിരുന്നു ആൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് എല്ലാം സജസ്റ്റ് ചെയ്ത് ഓക്കെ ആയിരുന്നു. അപ്പോൾ പിറ്റേന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഞാൻ പോയി നാനോപ്ലാസ്റ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മുടെ ഹെയർ ഫുള്ള് വാഷ് ചെയ്യും. അതിനുശേഷം ഒരു ക്രീം അപ്ലൈ ചെയ്യും. ത്രൂ ഔട്ട് ദ ഹെയർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മാസ്ക് ഇട്ടിട്ട് നമ്മളൊരു 1.5 hours വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ക്രീം ഒന്നും നമ്മുടെ തലമുടിയിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവരത് വേറെ ഒന്നും ചെയ്യത്തില്ല. അപ്പോഴത് വാഷൊന്നും ചെയ്യത്തില്ല. ജസ്റ്റ് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്തെടുക്കും. അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടണം. തീരെ ഫ്ലാറ്റായി പോയി കഴിഞ്ഞാൽ എൻ്റെ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വലുപ്പമുള്ള ഫേസാണ്. അപ്പോൾ തീരെ നമുക്ക് ഉണ്ടായിരുന്ന തലമുടിയിൽ നിന്ന് ഭയങ്കര ഒരു ഡിഫറൻസ് വരുമ്പോഴത്തേക്കിനും അത്ര സ്യൂട്ടബിൾ ആവത്തില്ലെന്ന് തോന്നി. അപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷ് ആയിരുന്നു ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ കിട്ടി. അപ്പോൾ ആൾ സ്ട്രെയിറ്റൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹെയർ ഒന്ന് ഇങ്ങനെ വിട്ടിട്ട്, അതായത് തീരെ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ചെയ്യുന്നതിന് പകരം കുറച്ചിങ്ങനെ പൊക്കിയിട്ട് ചെയ്ത്. അപ്പോൾ എനിക്കത് കഴിഞ്ഞ പാടെ നല്ലൊരു ഫിനിഷായിരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്കിവിടെ കുറച്ച് ഗ്രേ ഹെയർസ് ഉണ്ട് ഈ ഫ്രണ്ട് പോർഷനിലായിട്ട്. അപ്പോൾ അവിടെ മാത്രം ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യാമായിരുന്നു. ഇടയ്ക്ക് ഹെന്ന നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഹെന്ന ചുമ്മാ ഇതുവഴി തേക്കുമല്ലോ. അപ്പോഴത് നല്ല കളർ നിൽക്കും. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ഹെയറിൽ ആ ഹെന്നയുടെ ഒരു മെറൂൺ കളറും കൂടെ വന്നേ. അപ്പോൾ ഹെയർ കളറൊന്നും ചെയ്യാണ്ട് തന്നെ ആ ഹെയറിൻ്റെ ഒരു കളറും കൂടി കിട്ടി. അപ്പോൾ ഹെന്ന ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾ പറഞ്ഞു ഇനി ഹെന്ന ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അതായത് ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് തലമുടിയിൽ പിടിക്കാനായിട്ട് നല്ല സമയം എടുക്കും. ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇനി അപ്ലൈ ചെയ്യരുതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്യുന്നില്ല, ഹെയർ കളറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം അവർ വാഷ് ചെയ്യും. എന്നിട്ടൊരു കണ്ടീഷണറും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഹെയർ ആയിരുന്നു ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഹെയറിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ തന്ന ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 to 8 months ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ നാനോപ്ലാസ്റ്റി ചെയ്ത് കംപ്ലീറ്റ്ലി എൻ്റെ ഹെയർ പഴയ ടെക്സ്ചറിലേക്ക് ആയതിനു ശേഷമാണ് ഞാൻ അടുത്ത ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. അടുത്തപ്പോൾ ഓൾറെഡി നാനോപ്ലാസ്റ്റി നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് വേറെ എന്തെങ്കിലും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് കുറേ പേര് ഇപ്പോൾ കുറേ പാർലറിലൊക്കെ പോയപ്പോൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓൾറെഡി നാനോപ്ലാസ്റ്റി ചെയ്തു. പിന്നെ ഉള്ള ഓപ്ഷൻ കെരാറ്റിൻ അല്ലെങ്കിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കൺസൾട്ട് ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞു ബോട്ടോക്സ് ആണ് ബെറ്റർ കെരാറ്റിനെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഹെയറൊക്കെ പഴയ ടെക്സ്ചറിലായതിനു ശേഷം ഞാൻ പിന്നെ നാച്ചുറൽസിലാണ് പോയത്. ഇപ്പോൾ ഒരു 1 month ആവുന്നുള്ളൂ, കറക്റ്റ് 1 month ആയതേ ഉള്ളൂ ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട്. അവിടെ ചെന്ന് ഒരു സൺഡേ ചെന്നു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നെ. അതായത് ഹെയർ വാഷ് ചെയ്തു, തന്നെ ഒരു ക്രീം അപ്ലൈ ചെയ്തു. അതിനുശേഷം എക്സസ് ഉള്ള ക്രീം നമ്മുടെ ഹെയറിൽ നിന്ന് അവരൊരു ചീപ്പ് വെച്ചിട്ട് ചീകിയെടുത്തു. അതിനുശേഷം സ്ട്രെയിറ്റ്നർ വെച്ച് ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്തു. അതിനുശേഷം വാഷ് ചെയ്ത് ഓൾറെഡി നമ്മൾ നാനോ
നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ളത് കൊണ്ട് അന്നേരപ്പോഴും നമ്മുടെ ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഡ്രൈ ഫീലായിരുന്നു. അതിനുശേഷം അവർ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കണ്ടീഷണർ ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയി. അപ്പോൾ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവരിങ്ങനെ ഷാമ്പൂ ഇട്ടു, കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞിട്ട് അന്ന് വെച്ചാൽ അത്ര ഒരു സ്മൂത്ത് ഫിനിഷ് വന്നില്ല എൻ്റെ ഹെയറിന്. അപ്പോൾ ഞാനത് ചെയ്തെന്ന് അവളുടെ അടുത്ത് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഡ്രൈനെസ് പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ആൾ പറഞ്ഞു അത് നമ്മളിനി ഹെയർ പതുക്കെ പതുക്കെ വാഷ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കിനും 1-2 വാഷസൊക്കെ കഴിയുമ്പോഴത്തേക്കിനും സ്മൂത്ത് ആവുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വീക്ക്ലി 2 ദിവസമായിരുന്നു അവർ ഹെയർ വാഷ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ തന്നൊരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഏകദേശം 2800 ആയിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ചിട്ട് വന്നു. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും നേരത്തെ അത് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് എന്തോ ബോട്ടോക്സ് ചെയ്തിട്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതായത് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമല്ല, ചെയ്തതിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, അതായത് ഇതിൻ്റെ എൻ പോർഷനൊക്കെ അത്യാവശ്യം ഡ്രൈ ആയി തുടങ്ങി. അതായത് നമുക്ക് 1 മാസം ആയ ഒരു ടെക്സ്ചർ അല്ല ഇപ്പോൾ ഹെയറിനുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം കറക്റ്റ് 1 മാസം ആയപ്പോഴത്തേനും ഞാൻ ആ പാർലർ ഒന്നും കൂടെ വിസിറ്റ് ചെയ്തു. അതിന് മുന്നേ ഞാൻ അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഹെയറിൽ ഇങ്ങനെ ക്രീമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതായത് 1 മാസം ആകുമ്പോഴത്തേക്കിനും, അതായത് നാനോപ്ലാസ്റ്റി ചെയ്ത് എൻ്റെ ഹെയർ ഒരു 4 months ആയപ്പോൾ എങ്ങനെയായിരുന്നോ വന്നത് അതുപോലെയായി. ജസ്റ്റ് ഒരു ബോട്ടോക്സ് ചെയ്ത് 1 month ആയപ്പോഴത്തേക്കിനും. അപ്പോൾ അവർ പറഞ്ഞു ഫ്രീ ആകുന്ന സമയത്ത് പാർലർ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവർ ചെയ്തത് അവർക്ക് മനസ്സിലായെങ്കിലും അവർ അംഗീകരിക്കത്തില്ലല്ലോ ഇതിങ്ങനാണെന്നുള്ളത്. അവർ കുറച്ച് നേരം സ്റ്റാഫ് ഭയങ്കര മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്തത്. ചെയ്ത സ്റ്റാഫ് തന്നെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു മാം ഇങ്ങനെ സ്ട്രെയിറ്റ് ലുക്കാണ്, ബെൻഡൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ബെൻഡ് വരാത്തത് ഞാനത് അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്ര എമൗണ്ട് കൊടുത്ത് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ അത്രയും കെയർ ചെയ്യുമല്ലോ, അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ മാറിയിട്ടുണ്ട്. അതായത് എൻ പോർഷനിലാണെങ്കിൽ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ ക്രീം പോയിട്ടുണ്ട്. ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. അതായത് നാനോപ്ലാസ്റ്റി ചെയ്ത് എൻ്റെ ഹെയർ സാധാരണ ഇങ്ങനെ ഭയങ്കര ഒരു ഫ്രിസി ഡ്രൈ ഹെയർ ആയതുകൊണ്ട് ചീപ്പൊക്കെ ഇട്ട് വലിക്കുന്ന സമയത്ത് കുറച്ച് തലമുടി പൊട്ടിപ്പോകുന്നല്ലാണ്ട് എടുത്തു പറയാൻ മാത്രം ഒരു ഹെയർ ഫോൾ ഉള്ള ആളല്ലായിരുന്നു ഞാൻ. അപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം എനിക്കങ്ങനെ ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് തലമുടി ചീകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു 4-5 തലമുടിയൊക്കെ കൊഴിയൂല, ആ കൊഴിച്ചിലുള്ളായിരുന്നേ. പക്ഷേ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതെൻ്റെ തലമുടി കെട്ടി വീഴുന്നുണ്ട്. തന്നെയല്ല തലമുടി ചീകുമ്പോൾ നന്നായിട്ട് തലമുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അതിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, അതായത് മാം ബോട്ടോക്സ് ചെയ്തതിന് ശേഷം തലമുടി അങ്ങനെ കൊഴിയേണ്ട കാര്യമില്ല, ഇതുവരെ ആരും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. ഇതുവരെ ആരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വന്നൊരു അനുഭവം നമുക്ക് ഷെയർ ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയണ്ട, ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയും ഫോട്ടോസും അയച്ചു കൊടുത്തു. അപ്പോൾ ജസ്റ്റ് 1 month അല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 1 മാസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് നോക്കിയിട്ട്. അവർ പറയുന്ന ഒരു 6 months എന്തായാലും കിട്ടും എന്നുള്ളതാണ്. 60 വാഷാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 6-7 വാഷസൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി വാഷസ് കിടക്കുവാണല്ലോ. അപ്പോഴത്തേക്കിനും ഞാൻ അവരോട് 1 മാസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ 1 മാസം കൂടി കഴിഞ്ഞതിന് ശേഷം വന്ന് ഒന്നുകൂടി കൺസൾട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പാർലറിന് പോകുന്നു. പക്ഷേ ഹെയർ ഫോൾ നല്ല രീതിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം 1 രൂപ പോലും ലാഭം നോക്കരുത്. ഏതെങ്കിലും നല്ല പാർലറിൽ പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്കൊരു 7-8,000 ഒക്കെ എങ്ങനെയായാലും ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് വരും. പിന്നീട് അത് ഓരോ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് എമൗണ്ട് കൂടും. അപ്പോൾ ഒരു എമൗണ്ടിന് മാത്രമല്ല, നമുക്കൊരു നല്ല പാർലറും ചെല്ലുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട കാര്യം സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും തരാൻ പറയണം. അത് ഏത് പാർലറിൽ പോയി എന്ത് സർവീസിന് പോയാലും സീനിയർ ആയിട്ടുള്ള ഒരാളെ, ജൂനിയേഴ്സിന് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളതല്ല, ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം അതൊരു കുഞ്ഞു അശ്രദ്ധ മതി, നമ്മുടെ അത്ര എമൗണ്ടും പോവും, പിന്നെ നമുക്കൊരു റിഗ്രറ്റ് വരത്തില്ലേ. അപ്പോൾ അതിലും ഭേദം നമുക്ക് കുറച്ച് സീനിയർ ആകുമ്പോഴത്തേനും അവർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അത് നിങ്ങൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാർലർ തിരഞ്ഞെടുക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ല ഏതെങ്കിലും പാർലറിൽ പോയിട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ ഹെയറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏത് ട്രീറ്റ്മെൻറ്റൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോന്നിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നിങ്ങൾ തന്നെ ഒന്ന് സെൽഫായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇനി 1 month കഴിഞ്ഞതിന് ശേഷം എന്താണ് അവർ പറയുന്നത്, 1 month കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഹെയർ ഫോളിൻ്റെ കാര്യത്തിൽ ഇനി അവർക്കൊന്നും ചെയ്യാനായിട്ടില്ല, നമ്മളത് ചെയ്തും പോയി. അങ്ങനെയാണ് ഹെയർ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കൊഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും നാച്ചുറൽ റെമഡീസൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ.
എൻ്റെ ബോട്ടോക്സ് ആൻഡ് നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ ചെയ്തിടുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുക. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹെയറിൻ്റെ ടെക്സ്ചറിൽ നിന്ന് മാറുമ്പോഴത്തേക്കും തലമുടി നന്നായിട്ട് നിന്നിട്ട് നമുക്ക് മൊത്തത്തിലൊരു കോൺഫിഡൻസ് വേറെ വരും. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടോ? അതായത് രാവിലെ നമ്മൾ റെഡിയായി, എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യം തലമുടി കെട്ടുക എന്നുള്ളതായിരുന്നു. എങ്ങനെ കെട്ടിയാലും ഒരു മേനയാവത്തില്ലായിരുന്നു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് നമുക്കൊന്ന് ചീകിയിട്ടിട്ട് പോയാൽ മതിയല്ലോ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലാണ്. അതായത് നമുക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളുടെ തലമുടി എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം മാത്രം പാർലർ വിസിറ്റ് ചെയ്യുക. കാര്യം അവിടെ ചെല്ലുമ്പോൾ അവർ പലതരത്തിലുള്ള, അവർക്ക് എല്ലാം ഈ ഫീൽഡ് എന്ന് പറയുന്നത് സെയിൽസ് ആണല്ലോ. അപ്പോൾ അവർക്ക് ആ പ്രോഡക്റ്റ് സെല് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അവെയർ ആയതിനു ശേഷം മാത്രം പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.